ഹരേ കൃഷ്ണ. മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗാണ്ഡവവനം കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ബാക്കി കേൾക്കാം. ഗാണ്ഡവവനം കത്തുവാൻ തുടങ്ങിയപ്പോൾ അതിലുള്ള ആയിരക്കണക്കിന് ഭൂതജാലങ്ങളെല്ലാം ഭൈരവാവത്തോടുകൂടെ ചുറ്റും പുറത്തേക്ക് എത്തി നോക്കി. ദേഹം കുറെ കത്തിയത് ചിലർ, ദേഹം ചുട്ടുപൊള്ളിയത് ചിലർ, കണ്ണു പൊട്ടിയവർ, വെന്തെരിയുന്നവർ, സ്നേഹത്താൽ വിട്ടുപോകാൻ കഴിയാതെ അവിടെ തന്നെ വെന്തു മരിക്കുന്നവർ, മക്കളെ തഴുകുന്നവർ, അച്ഛനെ തഴുകുന്ന ജീവികൾ, ഭാര്യയെ തഴുകുന്നവർ, ഇങ്ങനെ പലരും സ്നേഹത്താൽ വിട്ടുപോകാതെ നിന്ന നിലയിൽ തന്നെ കത്തുന്ന അഗ്നിയിൽ പൊരിഞ്ഞു മരിച്ചു. ചിലർ ദേഷ്യം കൊണ്ട് പല്ല് കടിച്ച് മേലോട്ട് കുതിച്ചു. അവരും ആ തീയിൽ തന്നെ വന്നു വീണു. ജലാശയങ്ങളൊക്കെ അഗ്നിയാൽ തിളച്ചുവറ്റി. അതിലുള്ള മത്സ്യം, ആമ മുതലായവ ജീവികളെല്ലാം വെന്തുപോയി. അഗ്നിജ്വാലയുടെ ചൂടു സഹിക്കാതെ മുനിമാരും ദേവന്മാരും ദേവേന്ദ്രൻ്റെ സന്നിധിയിലേക്ക് പരിഭ്രമത്തോടെ വേഗത്തിൽ ചെന്നു. ദേവകൾ പറഞ്ഞു, മനുഷ്യലോകം മുഴുവൻ വേവുന്നുവല്ലോ, ഇതിനെന്താണ് കാരണം? ലോകപ്രളയം വന്നുവോ? ദേവകളുടെ വാക്ക് കേട്ട് ദേവേന്ദ്രൻ ഗാണ്ഡവാരണ്യരക്ഷയ്ക്കായി ഇറങ്ങി. അനേക വിധത്തിലുള്ള മേഘഗണത്താൽ ആകാശം മറച്ച് ഇന്ദ്രൻ മഴ വർഷിക്കുവാൻ തുടങ്ങി. ഇന്ദ്രൻ ജലധാര വർഷിക്കുവാൻ തുടങ്ങിയപ്പോൾ അർജുനൻ അതിനെ തടുത്തു. അർജുനൻ തൻ്റെ ഉത്തമാസ്ത്രങ്ങളുടെ വൃഷ്ടിയും തുടങ്ങി. ഗാണ്ഡവവനത്തിൻ്റെ ഉപരിഭാഗം അർജുനൻ അസ്ത്രങ്ങൾ കൊണ്ട് ചന്ദ്രനെ മഞ്ഞെന്ന വിധം മൂടി. അപ്പോൾ ഒറ്റ ജീവിക്കു പോലും പുറത്തു കടക്കാൻ കഴിഞ്ഞില്ല. അർജുനൻ ശരം കൊണ്ട് ആകാശം അടച്ചതുകൊണ്ട് ഒരു ജീവിക്കും അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് ശക്തനായ തക്ഷകൻ ഗാണ്ഡവവനത്തിൽ ഉണ്ടായിരുന്നില്ല. കാടു കത്തുമ്പോൾ തക്ഷകൻ ആ സമയത്തെ കുരുക്ഷേത്രത്തിലായിരുന്നു. തക്ഷകന്റെ പുത്രനും ശക്തനുമായ അശ്വസേനൻ ഉണ്ടായിരുന്നു ആ കാട്ടിൽ. ശക്തമായി അശ്വസേനൻ പുറത്തു ചാടാൻ കഴിഞ്ഞെങ്കിലും അവനതിന് ശക്തിയുണ്ടായിരുന്നില്ല. അർജുനന്റെ അസ്ത്രം അവനെ തടുത്തു. ഉടനെ അശ്വസേനൻ രക്ഷപ്പെടാനായി അവൻ്റെ അമ്മയായ നാഗരാജപുത്രി അവനെ വിഴുങ്ങി. തല മുതൽ ദേഹം വരെ വിഴുങ്ങി. വാൽ വിഴുങ്ങുന്ന സമയത്ത് അവൻ്റെ അമ്മ അവനെയും കൊണ്ട് ഗാണ്ഡവവനത്തിൽ നിന്നും പുറത്തു ചാടി. പെട്ടെന്ന് അർജുനൻ്റെ മൂർച്ചയുള്ള കത്തിയമ്പയച്ചുകൊണ്ട് ആ നാഗരാജപുത്രിയുടെ ശിരസ്സറുത്തു വീഴ്ത്തി. ഈ തക്കത്തിൽ അശ്വസേനൻ അമ്മയെ വിട്ട് ഓടി രക്ഷപ്പെട്ടു. ഘോരമായ മായാപ്രയോഗം മൂലം നാഗം തന്നെ വഞ്ചിച്ച് രക്ഷപ്പെട്ടു പോയപ്പോൾ അർജുനൻ ക്രോധത്തോടെ വാനിലുയരുന്ന സകല ജീവികളെയും ഖണ്ഡിച്ച് വീഴ്ത്തുവാൻ തുടങ്ങി. മാത്രവുമല്ല, ഭീമത്സുവായ ആ പാമ്പിനെ കോപത്തോടെ ശപിച്ചു. അഗ്നിയും വാസുദേവനും ശപിച്ചു. നിനക്ക് നിലകിട്ടാതെ പോകട്ടെ എന്നാണ് ശപിച്ചത്. അശ്വസേനനെ മോചിപ്പിക്കുവാൻ വേണ്ടി ഇന്ദ്രനാണ് കൊടുങ്കാറ്റിനെ വിട്ട് അർജുനനെ മോഹാലസ്യപ്പെടുത്തിയത്. ഈ തക്കത്തിലാണ് അശ്വസേനൻ അമ്മയെ വിട്ട് ഓടി രക്ഷപ്പെട്ടത്. ഇങ്ങനെ ദേവേന്ദ്രൻ തന്നെ ചതിച്ചത് അർജുനന് സഹിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് അങ്ങോട്ട് അർജുനനും ഇന്ദ്രനും തമ്മിൽ ഘോരമായ അസ്ത്രപ്രയോഗങ്ങൾ തന്നെ നടത്തിക്കൊണ്ടിരുന്നു. ഇതെല്ലാം കണ്ട് ഗാണ്ഡവവാസികൾ വളരെയധികം ഭയപ്പെട്ടു. അസുരന്മാർ, രാക്ഷസന്മാർ, സർപ്പങ്ങൾ, തരക്ഷുക്കൾ, വാനരന്മാർ, മത്തഗജങ്ങൾ, പുലികൾ, സിംഹങ്ങൾ, മാനുകൾ, പോത്തുകൾ, പലതരം പക്ഷികൾ, മറ്റ് അസംഖ്യം ജീവജാലങ്ങൾ, ഇങ്ങനെയുള്ള സർവ്വജീവികളും ഭയചകിതരായി ഓടുവാൻ തുടങ്ങി. കാട്ടുതീ കണ്ടും ശസ്ത്രമേന്തി നിൽക്കുന്ന കൃഷ്ണാർജുനന്മാരെ കണ്ടും ഉൽപ്പാദം പോലെ അദ്രിവീണ ശബ്ദം കേട്ടും ആകെ കിടിലം കൊണ്ടു അവിടെയുള്ള ജീവികളെല്ലാം. ഉടനെ ശ്രീകൃഷ്ണ ഭഗവാൻ മായാചക്രം പ്രയോഗിക്കുവാൻ തുടങ്ങി. അത് ജന്തുവർഗത്തെയൊക്കെ നശിപ്പിക്കുവാനും തുടങ്ങി. എല്ലാ രക്ഷോദൈത്യരും ചക്രം കൊണ്ട് അരിഞ്ഞ് അഗ്നിയിൽ ആഹൂതി ചെയ്യപ്പെട്ടു തുടങ്ങി. പിശാചുക്കളും പക്ഷികളും നാഗങ്ങളും പശുക്കളും ഒക്കെ കേശവന്റെ ചക്രത്താൽ അരിഞ്ഞു വീഴ്ത്തപ്പെട്ടു. ഇങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു സംഹാരലീല തന്നെ തുടങ്ങി. സുദർശന ചക്രം വിട്ടാൽ ഉടനെ ചെന്ന് നാനാ പക്ഷി സഞ്ചയങ്ങളെ അരിഞ്ഞു വീഴ്ത്തുകയായി. ഉടനെ മടങ്ങി വരികയായി, വീണ്ടും വിടുകയായി. ഇപ്രകാരം നിശാചരന്മാർ, ഉരകങ്ങൾ എന്നിവയെ കൊന്നുമുടിച്ചു കൊണ്ടിരിക്കെ വിശ്വമൂർത്തിയുടെ രൂപവും അത്യുഗ്രമായി തിളങ്ങി. ആ കൃഷ്ണാർജുനന്മാർ ഒരുമിച്ച് നിന്നപ്പോൾ ജയിക്കാൻ ആർക്കും ശക്തി ഉണ്ടായിരുന്നില്ല. അവരുടെ ശക്തിയാൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാട്ടുതീ കെടുത്തുവാൻ ദേവന്മാർ എത്ര ശ്രമിച്ചിട്ടും സാധിക്കാതെ പിന്തിരിഞ്ഞുപോയി.
ദേവന്മാർ പിന്തിരിഞ്ഞതു കണ്ട് ഇന്ദ്രൻ പ്രസന്നനായി കൃഷ്ണാർജുനനെ പ്രശംസിച്ചു. ഇന്ദ്രൻ്റെ പുത്രനാണല്ലോ അർജുനൻ. അർജുനൻ്റെ വീര്യം കണ്ട് ഇന്ദ്രന് ഉള്ളിൽ സന്തോഷം തുള്ളി. അങ്ങനെ ആ ഗാണ്ഡവവനം എന്ന കാടിനെ അഗ്നി 15 ദിവസം കൊണ്ട് പൂർണ്ണമായും ദഹിപ്പിച്ചു. കൃഷ്ണാർജുനന്മാർ കാത്തുനിന്നത് മൂലമാണ് അഗ്നിക്ക് അത് സാധിച്ചത്. ആ കാട് ചുട്ടതിൽ 6 പേർ മാത്രം വെന്തിട്ടുണ്ടായിരുന്നില്ല. അശ്വസേനൻ, അത് തക്ഷകൻ്റെ പുത്രൻ, പിന്നീട് മയൻ, പിന്നെ 4 ശാർംഗ പക്ഷികൾ ആയിരുന്നു ഇവർ. ജനമേജയ രാജർഷി വൈശമ്പായന മഹർഷിയുടെ അടുത്ത് ചോദിക്കുകയാണ്, അഗ്നി ആ ഗാണ്ഡവവനത്തെ മുഴുവനായി ചുട്ടെരിച്ചപ്പോൾ എന്തുകൊണ്ട് ആ 4 പക്ഷികൾ മാത്രം ചാകാതിരുന്നത്? അഗ്നി എന്തുകൊണ്ട് ആ 4 പക്ഷികളെ മാത്രം ചുട്ടില്ല? എന്താണ് കാരണം? വൈശമ്പായന മഹർഷി ആ കഥ പറഞ്ഞു തുടങ്ങുകയാണ്. ധർമ്മിഷ്ഠരിൽ അതിപ്രധാനിയും തപസ്സിയും ശാസ്ത്രജ്ഞനും നിശിതവ്രതനുമായി മന്ദപാലൻ എന്ന ഒരു മുനിശ്രേഷ്ഠൻ ഉണ്ടായിരുന്നു. തപസ്സിയായി ജിതേന്ദ്രിയനായി ധർമ്മതൽപരനായിരുന്നു അദ്ദേഹം ജീവിച്ചു വന്നത്. തപസ്സിൻ്റെ മറുകര കണ്ട അദ്ദേഹമാണ്. പക്ഷേ അദ്ദേഹം കാലധർമ്മം പ്രാപിച്ച് തൻ്റെ ശരീരം ഈ ഭൂമിയിൽ ഉപേക്ഷിച്ച് ഒടുവിൽ അദ്ദേഹം എത്തിപ്പെട്ടത് പിതൃലോകത്താണെങ്കിലും അവിടെ അദ്ദേഹത്തിന് തപസ്സിൻ്റെ യാതൊരു ഫലവും ലഭിച്ചില്ല. തപസ് കൊണ്ട് ജയിച്ച ലോകത്തിൻ്റെ സ്ഥാനം ലഭിക്കാത്തത് കൊണ്ട് തന്നെ മന്ദപാലൻ ധർമ്മരാജാവിൻ്റെ മുമ്പിൽ ചെന്ന് ദേവകളോട് ചോദിച്ചു, ഞാൻ തപസ് കൊണ്ട് സമ്പാദിച്ച പുണ്യലോകങ്ങൾ എനിക്ക് എന്തുകൊണ്ട് തുറന്നു തന്നില്ല? ഞാൻ എന്തു കർമ്മം ചെയ്യാഞ്ഞിട്ടാണ് എനിക്ക് ഈ ഗതി വന്നത്? ഇതിന് ഞാൻ എന്ത് പ്രതിവിധിയാണ് ചെയ്യേണ്ടത്? ദേവകൾ പറഞ്ഞു, മനുഷ്യർ കടപ്പെട്ടവരാണ് മുനീശ്വര. ബ്രഹ്മചര്യവും പ്രജയും ഇങ്ങനെ 2 മാർഗത്തിലാണ് ക്രിയകൾ. ഞാനത് വിശദമായി പറയാം. അങ്ങ് യജ്ഞം, തപസ് എന്നിവ കൊണ്ട് പൂർണ്ണമായതാണ്. പക്ഷേ ഭവാന് സന്തതി ഉണ്ടായിരുന്നില്ല. സന്താനത്തിൻ്റെ പോരായ്മ കാരണമാണ് പിതൃലോകം ഭവാന് തുറന്നു തരാത്തത്. ഭവാൻ അതുകൊണ്ട് പ്രജകളെ ജനിപ്പിക്കുക. എന്നാൽ നിത്യലോകം ഭവാന് അനുഭവിക്കാം. പും എന്ന നഗരത്തിൽ നിന്ന് പിതാവിനെ ത്രാണനം ചെയ്യുന്നവനാണ് പുത്രൻ. അതുകൊണ്ട് പുത്രസന്താനങ്ങൾ ഉണ്ടാകുവാൻ ഭവാൻ ശ്രമിച്ചാലും. ഇപ്രകാരം ദേവന്മാർ പറഞ്ഞ വാക്കുകേട്ട് മന്ദപാലൻ തനിക്ക് വളരെ പെട്ടെന്ന് തന്നെ പുത്രന്മാർ ഉണ്ടാകാൻ എന്താണ് മാർഗമെന്ന് ചിന്തിച്ചു. വളരെ പുത്രന്മാർ പെട്ടെന്നുണ്ടാകുവാൻ പക്ഷികളുടെ വംശമാണ് സ്വീകാര്യമെന്ന് മന്ദപാലൻ ചിന്തിച്ചു. അങ്ങനെ മന്ദപാലൻ ശാർംഗ പക്ഷിയുടെ രൂപമെടുത്ത് ജരിത എന്ന ശാർംഗി പക്ഷിയുടെ അരികിൽ ചെന്നു. ബ്രഹ്മജ്ഞനായ മഹർഷി ജരിത എന്ന സ്ത്രീയിൽ 4 പുത്രന്മാരെ ജനിപ്പിച്ചു. പിന്നെ അവളെ വിട്ട് ലപിത എന്ന പക്ഷിയോട് ചേർന്നു. അവൾ മുട്ടയിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അഗ്നി ഗാണ്ഡവവനം ചുട്ടെരിക്കുന്ന വാർത്തയറിയുന്നത്. ആ സമയത്ത് മന്ദപാലൻ അഗ്നി ഭഗവാനോട് പറഞ്ഞു, എൻ്റെ 4 പുത്രന്മാർ ഈ ഗാണ്ഡവവനത്തിലുണ്ട്. അവരെ അങ്ങ് ചുട്ടെരിക്കരുത്. മന്ദപാലൻ പറഞ്ഞ വാക്ക് അഗ്നി ശിരസാ വഹിച്ചു. ആ ഗാണ്ഡവവനത്തിലുള്ള സകലതും ചുട്ടരിച്ചപ്പോൾ ആ 4 ശാർംഗ പക്ഷി കുഞ്ഞുങ്ങളെ മാത്രം രക്ഷിച്ചു. പിന്നീട് ലപിത എന്ന സ്ത്രീയെ വിട്ട് മന്ദപാലൻ തൻ്റെ ജരിതയുടെയും 4 പുത്രന്മാരുടെയും അടുത്തേക്ക് പോയപ്പോൾ ആ അമ്മയും പുത്രന്മാരും അവിടെ സുരക്ഷിതത്തോടുകൂടെ കഴിയുന്നുണ്ടായിരുന്നു. അഗ്നി അവരെ ചുട്ടരിച്ചിട്ടില്ലായിരുന്നു. മന്ദപാലൻ എല്ലാ മക്കളെയും തഴുകി ആശ്വസിപ്പിച്ചു. ഇങ്ങനെ മക്കളെ ആശ്വസിപ്പിച്ച ശേഷം മന്ദപാലൻ ഭാര്യയോടുകൂടെ മറ്റൊരു ദേശത്തേക്ക് പറന്നുപോയി. ഗാണ്ഡവവനം കത്തി നശിച്ചു കഴിഞ്ഞപ്പോൾ മേധസ്സും പസയും പ്രവഹിച്ചത് ധാരാളം പാനം ചെയ്തത് കാരണം അഗ്നി ഭഗവാന് തൻ്റെ അസുഖമെല്ലാം മാറി പഴയതുപോലെ ഓജസ്സും തേജസ്സും തിരിച്ചു കിട്ടി. ഇതെല്ലാം കണ്ടു നിന്ന ഇന്ദ്രദേവൻ കൃഷ്ണാർജുനന്മാരോട് പറഞ്ഞു, വാനവർക്ക് പോലും സാധിക്കാത്ത കാര്യമാണ് അങ്ങ് ചെയ്തത്. അങ്ങയിൽ ഞാൻ പ്രീതനായി. അങ്ങ് എന്നോട് എന്തെങ്കിലും ഒരു വരം വാങ്ങിക്കൊള്ളൂ. അർജുനനോടാണ് ഇന്ദ്രൻ പറഞ്ഞത്. അർജുനൻ പറഞ്ഞു, സർവ്വവിധത്തിലുള്ള അസ്ത്രവിദ്യകളും ആവശ്യപ്പെട്ടു. അത് കണ്ട് ഇന്ദ്രദേവൻ പറഞ്ഞു,
ഹേ അർജുന, ഭഗവാനായ മഹാദേവൻ നിന്നിൽ എന്ന് പ്രസാദിക്കുന്നുവോ അപ്പോൾ ഞാൻ എല്ലാ അസ്ത്രങ്ങളും നിനക്ക് നൽകുന്നതാണ്. അതിനുള്ള കാലവും ഞാൻ അറിയിക്കുന്നുണ്ട്. നീ തപസ് കൊണ്ട് മഹാദേവനെ പ്രസാദിപ്പിക്കുക, അന്ന് ഞാനെല്ലാം നൽകാം. അർജുന, ആഗ്നേയങ്ങളായ എല്ലാ അസ്ത്രങ്ങളും വായവ്യങ്ങളായ സകല അസ്ത്രങ്ങളും മാത്രമല്ല എനിക്കുള്ള സർവ്വ അസ്ത്രങ്ങളും നീ സ്വാധീനമാക്കും. പിന്നെ ദേവേന്ദ്രൻ കൃഷ്ണൻ്റെ അടുത്ത് ചോദിച്ചു, അങ്ങേക്ക് എന്ത് വരമാണ് എൻ്റെ അടുത്ത് നിന്നും വേണ്ടത്? കൃഷ്ണൻ പറഞ്ഞു, ഈ അർജുനനുമായി ഒടുങ്ങാത്ത സൗഹൃദം, അതാണ് എനിക്ക് വേണ്ടത്. അങ്ങനെ തന്നെയാവട്ടെ എന്ന് ഇന്ദ്രനും വരം നൽകി അനുഗ്രഹിച്ച് ഇന്ദ്രലോകത്തേക്ക് പോയി. ഗാണ്ഡീവം ചുട്ടപ്പോൾ ചുട്ടരിക്കാത്ത മയൻ കൃഷ്ണാർജുനന്മാരുടെ കൂടെ നിന്നു. മയൻ പറഞ്ഞു, അഗ്നി എന്നെ ദഹിപ്പിച്ചിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് എന്തു വരമാണ് തരേണ്ടത്? എന്നിൽ നിന്ന് എന്തെങ്കിലും വരം അങ്ങ് ചോദിച്ചു കൊള്ളുക. മയൻ പറഞ്ഞു, ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്നും കത്തുന്ന അഗ്നിയിൽ നിന്നും അർജുനൻ എന്നെ രക്ഷിച്ചു. ഇനി അങ്ങേക്ക് ഞാൻ പ്രത്യുപകാരമായി എന്താണ് ചെയ്യേണ്ടത്? അർജുനൻ പറഞ്ഞു, ഭഗവാൻ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അത് കൃഷ്ണന് നൽകുക. കൃഷ്ണന് കൊടുത്തത് ഞാൻ എനിക്ക് തന്നതായി സങ്കല്പിച്ചു കൊള്ളാം. മയൻ നേരെ കൃഷ്ണൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, അങ്ങേക്ക് ഞാൻ എന്ത് വരമാണ് തരേണ്ടത്? മാധവൻ ചിന്തിച്ചു, ഞാൻ എന്ത് വരമാണ് ചോദിക്കേണ്ടത്? പിന്നെ ഒന്ന് ചിന്തയിലുറപ്പിച്ച് മാധവൻ പറഞ്ഞു, ഒരു സഭ തീർക്കണം. യുധിഷ്ഠിരനു വേണ്ടി തക്കതായ ഒരു സഭ തീർക്കണം. മനുഷ്യലോകത്തിൽ മറ്റാർക്കും ഇതുപോലെ മറ്റൊരു സഭ തീർക്കണമെന്ന് വിചാരിക്കാൻ പോലും പറ്റരുത്. അത്ര മനോഹരവും വിചിത്രവുമായിരിക്കണം ആ സഭ. ആസുരവും മാനുഷികവും ദൈവികവുമായ സകല കലാഭംഗിയോടും കൂടെ ഒരു സഭ അങ്ങ് തീർക്കുക. ഇപ്രകാരം കൃഷ്ണൻ പറഞ്ഞപ്പോൾ മയൻ യുധിഷ്ഠിരന് വിമാനശ്രീ പൂണ്ട കമനീയമായ ഒരു സഭ തീർക്കുവാൻ മനസ്സിൽ സങ്കല്പിച്ച് സമ്മതിച്ചു. കൃഷ്ണനും അർജുനനും ഈ വൃത്താന്തം യുധിഷ്ഠിരനെ അറിയിച്ചു. മയനെ യുധിഷ്ഠിരൻ്റെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. യുധിഷ്ഠിരൻ മയനെ സൽക്കരിച്ച് പൂജിച്ച് രാജാവ് ആദരിക്കുന്നത് കണ്ടപ്പോൾ മയനും കൂടുതൽ സന്തോഷമായി. വിശ്വകർമാവ് കൂടുതൽ ചിന്തിച്ചിരുന്ന് പാണ്ഡവർക്കൊരു തക്കതായ സഭ തീർക്കുന്നതിനായി ഒരുങ്ങി. പാണ്ഡവന്മാരുടെയും കൃഷ്ണൻ്റെയും ചിന്തയനുസരിച്ച് പുണ്യമായ ഒരു ദിവസം പുണ്യമംഗളധാരിയായി ബ്രാഹ്മണർക്ക് പരമമായ അന്നം നൽകി അനേകം ധനവും ദാനം ചെയ്ത് ആ വീര്യവാൻ രമണീയമായ ദിവ്യമായ അതിഭംഗിയായ ഒരു സഭ നിർമ്മിക്കുവാൻ 10,000 ചതുരശ്ര അടി ചുറ്റളവിൽ അതിനുള്ള കുറ്റിയടിച്ചു. ഹരേ കൃഷ്ണ. ഇനി മുതൽ സഭാപർവമാണ്. അത് അടുത്ത പ്രാവശ്യം പറയാം. ഹരേ കൃഷ്ണ.